അയാള് നല്ല രീതിയിൽ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല വാച്ചൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടായിരിക്കണം. പക്ഷെ അയാളുടെ ഉള്ളില് ഒരു മെസ്സി ആയിട്ടുള്ള ഒരു അലമാരി ആയിരിക്കും. റൈറ്റ് സൈഡ് എപ്പോഴും കൺസ്ട്രക്റ്റീവ് ആണെന്ന് പറയും, അതായത് നമ്മൾ ഉണ്ടാക്കുവാണെന്ന് പറയും. മൈൻഡിന്റെ ഓട്ടമാണ്, അതായത് ഒരിക്കലും കണ്ണും ശരീരവും കളവ് പറയില്ല. നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്റ്റീവ്, അതായത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവരെപ്പോഴും ലെഫ്റ്റ് അപ്പ് സൈഡ് നോക്കും. ചില മനുഷ്യര് അവരുടെ ഇമോഷൻസ് കൈവിട്ടു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പം ചില വ്യക്തികളുടെ അടുത്ത് പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതിനുശേഷം അവർ ചെയ്ത കാര്യങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ എന്താണ് ഇങ്ങനെ? അതും നമുക്ക് NLP-യിലൂടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് NLP-യിലൂടെ ട്രീറ്റ് ചെയ്യാം. കാരണം NLP ഈസ് ഓൾ അബൌട്ട് സക്സസ് ഓഫ് ലൈഫ് എന്നാണ് പറയുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാരക്ടറിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ഇതെല്ലാം NLP-യിലൂടെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫിയർ ഫാക്ടേഴ്സ്, നമ്മളുടെ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ, ഇതെല്ലാം നമുക്ക് NLP-യിലൂടെ മൈൻഡ് സെറ്റാണ്. ഞാൻ വളരെ നിസ്സാരമായിട്ട് പറയുവാണെങ്കിൽ, ഒരു ലേമാൻ ഭാഷയിൽ പറയുവാണെങ്കിൽ, ഒരു അലമാരി, ആ അലമാരിയിൽ എല്ലാ തുണികളും വളരെ മെസ്സി ആയിട്ടാണ് വച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ അതിനകത്തുനിന്ന് ഒരു തുണി എടുക്കാൻ പോകുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്താ? എല്ലാം കൂടി താഴ്ത്തേക്ക് വീഴും എന്ന് പറഞ്ഞ പോലെയാണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉള്ള ഒരാൾക്ക്. അയാള് നല്ല രീതിയിൽ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല വാച്ചൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടായിരിക്കണം. പക്ഷെ അയാളുടെ ഉള്ളില് ഒരു മെസ്സി ആയിട്ടുള്ള ഒരു അലമാരി ആയിരിക്കും. അയാളുടെ ഉള്ളിൽ മുഴുവൻ ഒരു ക്ലോഗ്ഡ് ആണ് തോട്ട്സ്. അപ്പൊ നമ്മൾ ശരിക്കും NLP-യിൽ പറയുന്നത് വെച്ചാൽ 1 thought at a time എന്നാ പറയാം. അല്ലെങ്കിൽ ആ അലമാരി എങ്ങനെ വൃത്തിയായിട്ട് അടുക്കി വെക്കാം എന്നുള്ളതാണ്. ഓരോ തോട്ട്സിനെയും എടുത്തിട്ട് അതിനെ നമ്മൾ പ്രോപ്പർ രീതിയിൽ ചാനൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് മൈൻഡ് ട്രെയിൻഡ് ഔട്ട്. അതായത് ഞാനിപ്പോ ഷിജിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വേഗം ശവാസനത്തിൽ കിടത്തി അല്ലെങ്കിൽ ഞാനൊരു സ്ലീപ്പിംഗ് പിൽസ് തന്നതുകൊണ്ട് ഷിജിന്റെ ബുദ്ധിമുട്ട് മാറും, അത് കഴിയുമ്പോഴത്തേക്കും മതി. പക്ഷെ ഷിജിന്റെ അടുത്ത് ആ ചിന്തയെ എടുത്ത് ആ ചിന്തയെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഗൈഡൻസ് തന്നാലല്ലേ അതിനകത്ത് ഒരു ശാശ്വതമായ പരിഹാരം കിട്ടുള്ളൂ. അപ്പൊ ആ മൈൻഡ്, അവിടെയാണ് മൈൻഡ് സെറ്റ് വരുന്നത്. ആ തോട്ടിനെ എങ്ങനെ നമുക്ക് മൈൻഡ് സെറ്റിലൂടെ മാറ്റാം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് NLP. വളരെ രസകരമായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കൂടി നമുക്കൊരു ഇത് പറയുവാണെങ്കിൽ, നമ്മുടെ ഐ പാറ്റേൺസ് എന്ന് പറയും, അതുപോലെ ബോഡി ലാംഗ്വേജ്, ഭയങ്കര രസകരമായിട്ടുള്ളൊരു പഠിത്തമാണ്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് എപ്പോഴും കൺസ്ട്രക്റ്റീവ് ആണെന്ന് പറയും, അതായത് നമ്മൾ ഉണ്ടാക്കുവാണെന്ന് പറയും. അതേസമയം ലെഫ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് ജെനുവിൻ എന്ന് പറയും. പിന്നെ നമ്മൾ വിഷ്വൽ, ഓഡിയോ, പിന്നെ ഓട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പൊ കണ്ണിന്റെ ചലനം വെച്ചിട്ട് നമ്മൾ ആ വ്യക്തി ഉണ്ടാക്കി പറയുവാണോ എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു വെച്ചാൽ, മൈൻഡിന്റെ ഓട്ടമാണ്. അതായത് ഒരിക്കലും കണ്ണും ശരീരവും കളവ് പറയില്ല, അല്ലേ? അപ്പൊ നമ്മൾ പോലീസുകാർ പോലും പല കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അവന്റെ ബോഡി ലാംഗ്വേജ് ശരിയല്ല, അല്ലെങ്കിൽ അവൻ നോക്കിയ രീതി ശരിയായില്ല, ഐ കോണ്ടാക്ട് ശരിയല്ല. അപ്പൊ ഇതിലൂടെ നമുക്ക് പല കാര്യങ്ങളും ആ ഐ കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ ഐ പാറ്റേൺസിലൂടെ നമുക്ക് വ്യക്തികളെ മനസ്സിലാക്കാനും, അവരുടെ ഇപ്പൊ പലരും ഇങ്ങനെ പറയുമ്പോൾ അവരുടെ കണ്ണ് ഇതുപോലെ, ഞാനിപ്പോ ഈ ചെയ്യുന്ന പോലെ കണ്ണ് താഴത്തേക്കാണെങ്കിൽ ദർ ഇസ് സംതിങ് അവരുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൊല്യൂഷൻ കിട്ടാതെ അലഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നിയർ ആയിട്ടുള്ള ആരോ അവർക്ക് ഒരു ബുദ്ധിമുട്ടോ ട്രോമയോ അല്ലെങ്കിൽ ഡെത്ത് ഇൻ ദ ഫാമിലി, ഒരു മരണം, ഇതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ കൂടുതലും ഈ താഴെ. ഇത് സെൽഫ് ടോക്കാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്റ്റീവ്, അതായത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവരെപ്പോഴും ലെഫ്റ്റ് അപ്പ് സൈഡ് നോക്കും. അതുപോലെ അവരെ ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദം അവരെപ്പോഴും ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഇത് ചെയ്യണം. ഒരു പാട്ട് എന്ന് പറയുമ്പോഴത്തേ ആ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കും. അച്ഛൻ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു നേച്ചർ വരുമ്പോൾ അത് ആലോചിക്കാൻ തന്നെ വയ്യാന്ന് പറഞ്ഞ് കണ്ണ് നോക്കുന്നത് ഇതായിരിക്കും. അപ്പൊ പലപ്പോഴും ഇങ്ങനെ സംസാരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത, ഇപ്പോൾ എനിക്ക് താങ്കളുടെ ടോക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പിലേക്ക് ആയുവാണ്. അതേസമയം നമുക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് നമ്മുടെ ബോഡി അതിനെ റിജക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് നമ്മൾ കുറച്ചും കൂടി ബാക്കിലേക്ക് വെച്ചു. അപ്പൊ ഇതൊക്കെ നിന്ന് നമുക്ക് മനുഷ്യരെ കണ്ടുപിടിക്കാൻ പറ്റും, അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് NLP കൊണ്ട് ഉദ്ദേശിക്കുന്നത്.